ടീച്ചിങ്ങിൽ ടെഡി മെത്തേഡ് എങ്ങനെ എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ പഠിച്ചതിനെ മറ്റൊരാൾക്ക് പഠിപ്പിച്ചാൽ മാത്രമാണ് അത് ശരിയായി മനസ്സിലാവുന്നത്. പക്ഷേ എല്ലാ സമയത്തും നമുക്കങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി ഉള്ള ആളിനെ കിട്ടണമെന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു മാർഗമാണ് ടെഡി മെത്തേഡ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് രക്ഷകർത്താക്കൾക്ക് പകരം കുട്ടിക്ക് താല്പര്യമുള്ള ഡോളോ അല്ലെങ്കിൽ അവരുടെ ടോയിയോ ഒക്കെ ഉപയോഗിച്ച് കുട്ടിക്ക് ഇത്തരം കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ അതിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു ഗുണം, കുട്ടിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കുട്ടികൾക്ക് ഉള്ളത് രക്ഷകർത്താക്കളെ പോലെ തന്നെ കളിപ്പാട്ടങ്ങളോട് വലിയ ഒരു താല്പര്യവും അവർക്കുണ്ടാവും, ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാവും. അപ്പോൾ കുട്ടി എപ്പോഴും കളിക്കുന്നത് ഈ ഉപകരണങ്ങളുമായിട്ടാണല്ലോ. അങ്ങനെ ഉള്ളപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഭയരഹിതമായി അത് ചെയ്യാൻ കുട്ടിക്ക് സഹായകരമാവും. അപ്പോൾ കുട്ടി സ്വയം സങ്കല്പിക്കേണ്ടത് കുട്ടി ടീച്ചറാണെന്നും ഈ ഡോൾ അല്ലെങ്കിൽ ടോയ് കുട്ടിയുടെ സ്റ്റുഡൻ്റാണ് എന്നും കുട്ടിക്ക് സങ്കല്പിക്കാം. അങ്ങനെ ഉണ്ടാവുന്ന ആ ആക്ടിവിറ്റിയിലൂടെ ഉണ്ടാവുന്ന ലേണിംഗ് വളരെ എഫക്റ്റ് ഉണ്ടാക്കും. അത് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു ടോയ് അല്ലെങ്കിൽ ഒരു ഡോൾ, കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു ടോയോ ഡോളോ തിരഞ്ഞെടുക്കാം. അത് ചിലപ്പോൾ കരടിയുടേതാകാം, അല്ലെങ്കിൽ ചൈനീസ് പെൺകുട്ടികളുടേതാവാം. അങ്ങനെ പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ഇന്ന് ലഭ്യമാണ്. കുട്ടിക്ക് ടീച്ചറായി ടോളിനോട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഉദാഹരണം, വാട്ടർ സൈക്കിളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. കുട്ടിക്ക് പറയാം, സൂര്യൻ്റെ ചൂട് കാരണം വെള്ളം ആവിയായി മാറും, അത് മേഘമാകും, പിന്നീട് ഘനീഭവിച്ച് മഴയായി വീഴും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായി ഇമാജിൻ ചെയ്യുക. കുട്ടിക്ക് തന്നെ ചോദിക്കാം. ടെഡിയോട് ചോദിക്കുന്നു, മഴ എന്തുകൊണ്ട് വരുന്നു? ഇത് തിങ്കിങ് ഡെപ്ത് വർദ്ധിപ്പിക്കും. ഇതിൻ്റെ പിന്നിലുള്ള ബ്രെയിൻ സയൻസ്, ഈ ആക്ടിവിറ്റി നടക്കുമ്പോൾ മെമ്മറി റീകോൾ നടക്കും, കൺസെപ്റ്റിന് ക്ലാരിറ്റി ഉയരും, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതുപോലെ തന്നെ വർദ്ധിക്കും, അതുപോലെ തന്നെ കോൺഫിഡൻസ് കൂടും, ബ്രെയിനിൽ ആക്റ്റീവ് ലേണിംഗ് നടക്കും. അതിൻ്റെ സൈക്കോളജിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഇമാജിനേഷൻ വളർത്തും, ലേണിംഗ് ഫണ്ണാകും, അതുകൊണ്ട് തന്നെ ഫിയർ കുറയും, സെൽഫ് ലേണിംഗ് ഹാബിറ്റ് ഉണ്ടാകും. കുട്ടി മറ്റൊരാളുടെയും സഹായമില്ലാതെ പഠിച്ച കാര്യങ്ങൾ ടോയോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ആ ഡോളിനോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുട്ടിയുടെ സെൽഫ് ലേണിങ്ങിനുള്ള താല്പര്യം വർദ്ധിക്കും. അതുപോലെ തന്നെ ഈ ടോയോട് ആണ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടിയുടെ പേരൻസിനോട് പറയുമ്പോൾ ഉള്ള ഒരു ഭയം കുട്ടിക്ക് ഉണ്ടാകില്ല. അത് ഒരു ഗുണകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭയമില്ലാത്തതുകൊണ്ട് തന്നെ ഇതെപ്പോൾ വേണമെങ്കിലും ഈ കൺസെപ്റ്റുകൾ റീകാൾ ചെയ്യാനും കുട്ടിക്ക് സാധിക്കും. കാരണം ആ സമയത്ത് ആക്റ്റീവ് ലേണിംഗ് മോഡിലായിരിക്കും ബ്രെയിൻ ഉള്ളത്.